Okay, here we are at Multi Presbyterian Church, ഇത് മൾക്കി പ്രസ്ബിറ്റേറിയൻ ചർച്ചാണ്. and we welcome you all. Pastor Siju and others, we welcome you to Multi Presbyterian Church. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിജുവിനെയും കൂട്ടു സഹോദരങ്ങളെയും മൾക്കി പ്രസ്ബിറ്റേറിയൻ ചർച്ചിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. And this is the church where revival happened during the year 2006. 2006 ഉണർവ് നടക്കുവാനിടയായി തീർന്ന ചർച്ചാണ് ഈ കാണപ്പെടുന്നത്. It happened on 3rd September 2006. 2006 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് ഉണർവ് ഇവിടെ നടക്കപ്പെട്ടത്. And what happened here is that the cross, where you could see now the cross, that's the cross, where you could see the cross that it was shining, there was the impression of the crucifixion on the cross. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്നതായിട്ടുള്ള ക്രൂശ് അത് തിളങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെ എടുത്തു കാണിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം അവിടെ ഉണ്ടായി. And that happened on midnight of the 3rd of September. സെപ്റ്റംബർ മാസം 3-ാം തീയതി അർദ്ധരാത്രിയിലാണ് അത് സംഭവിക്കുവാനായിട്ടിടയായത്. And that was it was being witnessed by many members of the church, and then some of the youths were also there. They were the first who saw the impression on the cross. ഈ ചർച്ചിലുള്ള അനേകം വിശ്വാസികളും പ്രത്യേകിച്ച് യുവാക്കളും ഇതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ക്രൂശിൽ കാണപ്പെട്ട പ്രത്യേകമായ ആ പതിപ്പ്. So when the news of that impression was heard by all the neighbors and all, they came, and even the children also, they came at midnight and they sang the whole night here on the platform of ഈ the church. അനുഭവത്തെ ചുറ്റുപാടുമുള്ള ആൾക്കാർ കേൾക്കുകയും അത് കാണുവാനായിട്ട് ഈ സ്ഥലത്ത് ഓടിക്കൂടുകയും ചെയ്തു. അവരോടൊപ്പം കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്ന രാത്രി മുഴുവനും ഇവിടെ അവർ പാടുകയും ആരാധിക്കുകയും ചെയ്തു. And when the news spread throughout the state, then people started thronging the church day and night without any restraint. ഈ വാർത്ത മേഘാലയ സംസ്ഥാനം മുഴുവൻ നിറയുവാനിടയായി തീർന്നു. ദേശത്തിലുള്ള അനേകം ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ പാർത്ത് ആ ഉണർവിനെ അനുഭവിക്കുവാനും ഇടയായി. And in spite of thousands people coming to witness the impression of the crucifixion, in spite of that, there was discipline, there was order, and there was praise, and there was worship inside the church. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ഈ സ്ഥലത്ത് വന്ന് ഈ അനുഭവത്തെ കാണാൻ വന്നതിന്റെ അടയാളത്തിൽ അച്ചടക്കപരമായ രീതിയിൽ ആരാധനയും പ്രാർത്ഥനയും സന്ദേശങ്ങളും തുടർമാനമായി ഇവിടെ നടത്തപ്പെടുവാനിടയായി. And that continued for months and months, maybe around 6 to 7 months it continued that. ഇത് ഈ ഒരു ഉണർവ് ദിനവും രാത്രിയും പകലുമായി മാസങ്ങളോളം, ഏകദേശം 6-7 മാസങ്ങൾ തുടർമാനമായി നടന്നുകൊണ്ടേയിരുന്നു. Day and night there was praising, there was singing, there was prayer, there was worship here in the church. പകൽ വ്യത്യാസമില്ലാതെ തുടർമാനമായി പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും സ്തോത്രവും ഇതിനകത്ത് ഉയർന്നുകൊണ്ടിരുന്നു. And it has been a blessing to many people. അനേകം ആയിരങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമായി തീർന്നു. So I hope with this you have also been blessed by visiting us here. Yes. And when you go back, let other people also have this good news, and may they also be blessed by what has happened. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നടത്തപ്പെട്ട ഉണർവ് മുഖാന്തരം ഇത് കേട്ട നിങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. ഇവിടെ കടന്നു വന്ന് സന്ദർശിച്ച സഹോദരങ്ങൾക്കും ഇതൊരു അനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളെ ഒരു സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. So we praise God for that. We praise God for you for bringing you here, and we hope that you had a good time, you are blessed, and we are also blessed by your presence. Thank you. ഒരു പ്രാവശ്യം കൂടെ ഇവിടെ നടന്ന ഉണർവിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതോടൊപ്പം ഈ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം